ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ നയം അതേ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ പിന്നീട് ആ നയവുമായി ബന്ധപ്പെട്ട് മറ്റ് പുതിയൊരു നയം വന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന നയം മണ്ടൻ നയമാണ് എന്ന് നമ്മൾ പറയരുത്. അങ്ങനെയാണ് എങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ആരംഭിച്ചതായിട്ടുള്ള നമ്മുടെ ഈ ചേരിചേരാ നയവും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മിക്സഡ് എക്കോണമിയും അതെല്ലാം മണ്ടത്തരമാണ്. എങ്ങനെ പി വി നരസിംഹറാവുവിൻ്റെ കാലത്ത് അതിനകത്ത് മാറ്റം വന്നതുകൊണ്ട് എന്നുള്ള നിലയിലേക്ക് അങ്ങനെ പറഞ്ഞു കളയരുത്. ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നതെന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 1999 ഉത്തരവിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ ഉത്തരവ് അന്ന് നിലവിലുണ്ടായിരുന്ന അപേക്ഷകളുടെ മേലാണ് ആ കാര്യത്തിൻ്റെ ഇത് വന്നത്. അത് കഴിഞ്ഞ് 2000 ആണ്ടായപ്പോൾ അത് മാറുകയാണ്. അത് കഴിഞ്ഞ് UDF ഗവൺമെൻറ് കാലമായപ്പോൾ അത് മാറുകയാണ്. അതുകൊണ്ട് ആ വാദത്തിന് പ്രസക്തിയില്ല. അങ്ങനെയാണെങ്കിൽ നയത്തെ സംബന്ധിച്ചാണെങ്കിൽ. 2, ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലവസരങ്ങൾ ഇത് മാത്രമാണോ എന്നുള്ള നിലയിലേക്ക് തൊഴിലവസരങ്ങളെക്കാൾ ഞാൻ പ്രധാനമായി കാണുന്നത് 1-ാം തീയതി യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. ഞാനടക്കം നിങ്ങളിവിടെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ ചർച്ചയ്ക്ക് പങ്കെടുക്കാനായി. സംസ്ഥാനങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് കവർന്നെടുക്കുകയും ഈ ഭാരം മുഴുവനും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തലയ്ക്ക് വെച്ച് കിട്ടുകയും നിങ്ങൾ ഈ ഇതിനെല്ലാം തന്നെ നിങ്ങൾ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുക എന്ന് പറയുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ നെല്ല് സംഭരിച്ചതിൻ്റെ 1925 കോടി രൂപ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോഴും തരാനുണ്ട് എന്നുള്ളത് കൂടി മറന്നു പോകരുത്. ഇവിടെ ഒരു വർഷത്തിൽ ഇത്തരത്തിൽ 4000 കോടി രൂപയുടെ നികുതി വരുമാനമായി മാത്രം കിട്ടുന്നത്, ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റും മറ്റു കാര്യങ്ങളിലെല്ലാം കിട്ടുന്നത് 600 കോടി രൂപയോ മറ്റു കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളിൽ വരട്ടെ. ഇതിൻ്റെ തൊഴിലവസരവുമായി പണത്തെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. പണമില്ലാതെ ഒരു സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാനായി കഴിയില്ല. ഇന്ത്യ ഗവൺമെൻറ് വാസ്തവത്തിൽ ദ യൂണിയൻ ഗവൺമെൻറ് ഈസ് സഫോക്കേറ്റിംഗ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അതാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ കാര്യം, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഇങ്ങനെ ഈ ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഏത് എന്നൊക്കെ ഉള്ളൊരു തർക്കത്തിലേക്ക് വരുന്നതിന് ഈ അതിൽ ഞാനിപ്പോൾ ഇത് ഈ കോഴിയാണോ മുട്ടയാണോ മൂത്തോ എന്നുള്ളൊരു തർക്കത്തിലേക്കൊന്നും പോവുകയല്ല. സർക്കാർ അംഗീകരിച്ച് പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ മാത്രമാണ് ഉണ്ടായത്. 2024 ആണ്ട് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ കണക്ക് 2023-24 ആകുമ്പോൾ കേരളത്തിലേക്ക് എത്തിയത് 39.55 കോടി ലിറ്റർ ENA ആണ്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളാണ്. എത്തനോളും ഉണ്ട് അതിനകത്ത്. ഇതാണ് എക്സൈസ് കണക്ക്. ഡിസ്റ്റിലറികൾക്ക് വേണ്ടി 9.21 കോടി ലിറ്റർ ENA, എണ്ണ കമ്പനികൾക്കായി 30.28 കോടി ലിറ്റർ എത്തനോൾ, 8.34 ലക്ഷം ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് എന്നിവയാണ് ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇതിൽ പകുതിയോളം എത്തിച്ചത് മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അതിൻ്റെ രാഷ്ട്രീയമായ ബന്ധങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഇതിൻ്റെ കണക്കൊന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് എത്രമാത്രം ഇതൊഴുകി? ഇവിടെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ അതിനിപ്പോൾ അവർ സ്വകാര്യവൽക്കരിക്കുമ്പോൾ BPCLടക്കം ഇനി ആര് വാങ്ങുന്നു എന്നൊക്കെ ഉള്ളത് മറ്റൊരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇനി അങ്ങനെയാണെങ്കിൽ BPCL അവരിനി വാങ്ങുമെന്ന് കണ്ടിട്ടാണോ നിങ്ങളിങ്ങനെ ചോദിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന എണ്ണ കമ്പനികൾക്കടക്കം എത്തനോൾ ആവശ്യമാണ്. ഇത് ഈ കമ്പനികളിൽ നിന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള ബ്രുവറീസ് ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഡിസ്റ്റിലറീസ് ഉൾപ്പെടെയുള്ള അവരുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് വരേണ്ടത്. അടുത്തൊരു ചോദ്യം വരികയാണ്, ഇവർ മാത്രം എങ്ങനെ അപേക്ഷിച്ചു എന്നുള്ളത്. ശരിയാണ് ആ ചോദ്യം. മഹാരാഷ്ട്രയിലെയും കർണാടകത്തിലെയും കോൺഗ്രസ് നേതാക്കളുടെ കമ്പനികൾ കൂടി ഈ കാര്യത്തിൽ അപേക്ഷിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു വാദത്തിൻ്റെ മുഖവിലേക്ക് നമുക്കെടുക്കാം. അവർക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇത് സുതാര്യമായി തന്നെയാണ് ഈ കാര്യം മുന്നോട്ട് പോവുക. ഇതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിഷയീഭവിക്കാവുന്ന കാര്യങ്ങൾ. കൊക്കോകോള കമ്പനിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ജലചൂഷണം മാത്രമല്ല അതിനേക്കാൾ ഭീകരമായ ഒരു കാര്യമുണ്ടായിരുന്നു. അവരുടേതായിട്ടുള്ള മാലിന്യങ്ങൾ ഇത് കൊണ്ടു തള്ളുകയും അവിടെയുള്ള കിണറുകളിൽ വെള്ളം എടുക്കാൻ കഴിയാത്ത നിലയിലേക്കും ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്കും ആ മണ്ണിനെ, ജലത്തെ മാത്രമല്ല മണ്ണിനെ അടക്കം വല്ലാതെ അത് ഭീഷണിയുടെ നിലയിലേക്ക് മാറ്റുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായത്. അത്തരത്തിലൊരു ബഹുരാഷ്ട്ര കമ്പനിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടന്നു എന്നുള്ളത് ശരിയാണ്. നമ്മൾ അത് ഇവിടേക്ക് കൊണ്ടെത്തിക്കുന്നത് ന്യായമല്ല.